ഹർഷ ധർമ്മടത്ത് നടക്കാൻ പോകുന്നത് തീ പാർന്ന പോരാട്ടമായിരിക്കുമെന്ന് ഏകദേശം വ്യക്തമായിരിക്കുകയാണ്. അതിന് കാരണമെന്ന് പറയുന്നത്, ഒരു വശത്ത് പിണറായി വിജയനാണ് നിൽക്കുന്നതെങ്കിൽ മറുവശത്ത് നിൽക്കാൻ പോകുന്നത് ഒന്നുകിൽ ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ കെ സുധാകരനോ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ CPM പ്രവർത്തകർ പറയുന്നത് ആര് നിന്നാലും പിണറായി വിജയൻ തോൽക്കില്ല എന്നാണെങ്കിൽ തോൽക്കാനുള്ള സാധ്യതകൾ തന്നെയല്ലേ ഇത്? തീർച്ചയായിട്ടും ഇവിടെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ 2 MP മത്സരിക്കാം എന്നുള്ളൊരു നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഷാഫിയും കെ സുധാകരനും ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൂർണ്ണമായ സ്ഥിരീകരണം വന്നിട്ടില്ല. ഇനിയിപ്പോൾ കെ സുധാകരനാണ് മത്സരിക്കാൻ പോകുന്നതെങ്കിൽ CPM-ന്റെ കോട്ടയായി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിരുന്ന കണ്ണൂരിൽ നിന്നും വിജയിച്ചു കയറിയ MP ആണ് കെ സുധാകരൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷാഫി പറമ്പിലാണെന്നുണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ അത്രത്തോളം ആഴ്ന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു യുവ നേതാവാണ് ഷാഫി പറമ്പിൽ. അതുകൊണ്ട് തന്നെ ഈ 2 പേരെയുമാണ് ഇപ്പോൾ ധർമ്മടത്ത് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നത്. പിണറായി വിജയനെതിരെ ധർമ്മടത്ത് ആര് മത്സരിക്കും എന്നുള്ള ഒരു ചർച്ച തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. പലരുടെയും പേരുകൾ കേൾക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ BJP സ്ഥാനാർത്ഥിയായി അവിടെ വന്ന് മത്സരിക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ വരെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിനു പിന്നാലെ ഈ പറയുന്ന ശൈലജ ടീച്ചർ അവിടെ നിന്നും ധർമ്മടത്ത് വന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ട്, കോൺഗ്രസിലേക്ക് പോയി കോൺഗ്രസിൽ നിന്നും ഇത്തരത്തിൽ പിണറായി വിജയനെതിരായി മത്സരിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷെ അതിനൊന്നും വലിയ വാസ്തവമൊന്നുമില്ല. ഇപ്പോൾ ഷാഫി പറമ്പിലോ കെ സുധാകരനോ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. കനകോലുവിന്റെ ഒരു റിസർച്ചിലൂടെയാണ് ഈ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് മാധ്യമങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും ഷാഫിയോ സുധാകരനോ മത്സരിച്ചാൽ തീർച്ചയായും അവിടെ പിണറായി വിജയൻ തോൽക്കുമെന്ന് പൂർണ്ണമായും പറയുന്നില്ലെങ്കിലും അവിടെ ഒരു അദ്ദേഹത്തിന് ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ഭൂരിപക്ഷത്തിൽ നിന്നും വലിയൊരു ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ നമുക്ക് പറയാൻ സാധിക്കില്ല, രാഷ്ട്രീയമാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നടത്തിയ ഒരു ചർച്ചയിൽ ഹർഷ പറയുന്നുണ്ട്, ഒരു പുലിയും ഒരു പുലിക്കുട്ടിയും തമ്മിലുള്ള മത്സരത്തിൽ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ മറ്റേ റീലുകൾ കണ്ടില്ലേ, തലയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. അവർ ഇത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഇപ്പോൾ കനകോലുവിന്റെ റിപ്പോർട്ടൊക്കെ നമുക്കൊരു കനകോലു ഇല്ല എന്ന് CPM-കാർ പറയുന്നുണ്ടെങ്കിലും അതിൽ ഭയമുണ്ട്. കനകോലുവിന്റെ റിപ്പോർട്ടിലെ പ്രധാന പരാമർശം എന്ന് പറയുന്നത് പിണറായിയുടെ സ്വന്തം തട്ടകത്തിൽ സ്വന്തം സ്ഥലത്ത് വിറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ വരുന്ന 2 ആഴ്ചകൾക്കുള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം സ്ഥിരീകരണം ഉണ്ടാകും. ഷാഫി പറമ്പിലായിരിക്കുമോ, കെ സുധാകരനായിരിക്കുമോ, അല്ലെങ്കിൽ അതിനും മേളിൽ ആരെങ്കിലും ആയിരിക്കും അവിടെ മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ 2 ആഴ്ചക്കുള്ളിൽ സ്ഥിരീകരണം ഉണ്ടാകും. അല്ല, ഇവിടെ VD സതീശനെതിരെ ആരും മത്സരിക്കും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ആരായിരിക്കും VD സതീശനെതിരെ വരുന്നത് എന്നുള്ള ചർച്ചകൾ വലിയ രീതിയിൽ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അവിടെ ഈ പറയുന്നത് പോലെ കോൺഗ്രസ് അതിനെ ഏറ്റുപിടിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനോ ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവർക്കറിയാം VD സതീശൻ ആരെതിരെ മത്സരിച്ചാലും വിജയിക്കുമെന്നുള്ളത്. ആ ഒരു കോൺഫിഡൻസ് കോൺഗ്രസിനുണ്ട്. പക്ഷേ CPM-ലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. ധർമ്മടത്ത് ആര് മത്സരിക്കുമെന്ന് പേരെടുത്ത് പറഞ്ഞാലും ആ ഒരു പേരിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വിഷയത്തെ വലിയ രീതിയിൽ ചർച്ചയാക്കിക്കൊണ്ട് പല സൈബർ ഹാൻഡിലുകളിൽ നിന്നും ഇല്ല, ആരൊക്കെ വന്നാലും പിണറായി വിജയൻ തന്നെ വിജയിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എന്റെ തല പൊട്ടിത്തെറിച്ച് അതിൽ നിന്നും പിണറായി വിജയൻ ഇറങ്ങി നടന്നു വരുന്നത് പോലെയൊക്കെ കാണുന്നത് പോലെ ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ CPM സൈബർ ഹാൻഡിൽ അത്ര കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ കഷ്ടപ്പാടുകൾ അത് മാത്രമല്ല, ഇപ്പോൾ പിണറായി വിജയൻ മന്ത്രിമാർക്കും അതുപോലെ തന്നെ MLA-മാർക്കും കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ചെയ്തിട്ടുള്ളതും ചെയ്തിട്ടില്ലാത്തതും UDF-കാർ ചെയ്തിട്ടുള്ളതും ചെയ്തിട്ടില്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും അനുകൂലമായ രീതിയിൽ ജനങ്ങളെ അറിയാം. കൃത്യമായി ബ്രാൻഡ് ചെയ്യുക. 5 രൂപയുടെ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ 500 രൂപയ്ക്ക് ബ്രാൻഡ് ചെയ്ത് കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത്, എങ്ങനെയെങ്കിലും വിജയിക്കുക എന്നുള്ളൊരു നയത്തിലേക്ക് CPM പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതേ നടക്കുകയുള്ളൂ. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് MM മണിയെ വിമർശിച്ച് മാറ്റി നിർത്തുക, ഒരു കടിഞ്ഞാണിട്ട് ഒരു കയറിട്ട് മാറ്റി നിർത്തുക. അതുപോലെ തന്നെ സജി ചെറിയാനെ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കില്ല എന്ന് പറയുന്നു. അതുപോലെ ജനങ്ങൾക്ക് എന്താണോ ഇഷ്ടമല്ലാത്തത് അവരെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത ഇപ്പോഴുണ്ട്. പക്ഷെ ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തത് പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ്. അത് മാറ്റി നിർത്താൻ അവർ തയ്യാറാകുന്നില്ല. ധർമ്മടത്ത് വേറെ ആരെയും നിർത്താൻ അവർ തയ്യാറാകില്ല. കാരണം അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറിയിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. CPM-ന് തന്നെ കൃത്യമായി അറിയാം, പിണറായി വിജയനെ മുന്നിൽ നിർത്തി ഈ ഒരു തെരഞ്ഞെടുപ്പ് നയിക്കാനാണെങ്കിൽ അവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നതിന് പ്രധാന കാരണം പിണറായി വിജയൻ ആയിരിക്കും എന്നുള്ളത് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് അവർ പറയുമ്പോൾ അവരെടുത്ത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, പിണറായി വിരുദ്ധത വലിയ രീതിയിൽ തന്നെയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയനെ തന്നെ മുന്നിൽ നിർത്തി അവർക്ക് തന്നെ അറിയാം പിണറായി വിജയൻ മുന്നിൽ നിന്നാൽ എന്തായിരിക്കാം ഇനി പൊതുജനങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. എന്നിട്ട് പോലും നിവൃത്തികേടാണ്. കാരണം ഇനിയൊന്നും ചെയ്യാനില്ല. അവിടെ 9.5 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിണറായി വിജയൻ പറയുന്നതിന് ഒരപ്പുറത്തേക്ക് നീങ്ങാനോ അല്ലെങ്കിൽ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകാതെ നിൽക്കുകയാണ് ബാക്കിയുള്ള എല്ലാ CPM നേതാക്കളും, എല്ലാ CPM പ്രവർത്തകരും. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ മാറ്റി നിർത്തുക എന്നുള്ളൊരു ഓപ്ഷൻ അവരുടെ മുൻപിലില്ല.
പിന്നെയുള്ളത് വരുന്നത് എന്തും ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ നാണം കെട്ട തോൽവി അതില്ലാതെ ചെറിയ വോട്ടിന്റെ കുറവിലൊക്കെ തോറ്റാലും വിജയിക്കില്ല കാര്യത്തിൽ ഏകദേശ ധാരണകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ പരാജയത്തിന്റെ ആഘാതം, വീഴ്ചയുടെ ആഘാതം കുറയ്ക്കുക എന്നുള്ള നയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇമേജ് ബാക്കി നിർത്തുക. പിണറായി വിജയൻ തോൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാഭിമാനത്തിന് വരുന്ന വലിയൊരു കോട്ടമായിരിക്കും. അതുപോലെ തന്നെ ഈ കൊടികുത്തിയ നേതാക്കളൊന്നും വീണ് പോകാതിരിക്കാൻ അവരുടെ വിജയ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ തന്നെ നിൽക്കും. എന്നാലും ധർമ്മടത്ത് പോയി തോൽപ്പിക്കുമെന്ന് തന്നെയാണ് ഈ ഷാഫി ബ്രിഗേഡിലെ ആൾക്കാരൊക്കെ പറയുന്നത്. ഷാഫി ഫാൻസ് മാത്രമല്ല, കോൺഗ്രസിന്റെ ഇപ്പോൾ വി ഡി സതീശനെ പറവൂരിൽ വിജയിപ്പിക്കണം എന്നുള്ള അതിനേക്കാൾ കൂടുതൽ ആവശ്യം അവർക്കിപ്പോൾ ധർമ്മടത്ത് പിണറായി വിജയനെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി, അല്ലെങ്കിൽ ആരെയും ഇറക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇപ്പോൾ ഷാഫിയോ കെ സുധാകരനോ എന്നതിന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മറ്റു പല പേരുകളും കേൾക്കുന്നുണ്ട്. എന്ത് സംഭവിച്ചാലും അത്രയും സ്റ്റാർ ആയിട്ടുള്ള പിണറായി വിജയനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. നമുക്കറിയാം, കേരളത്തിൽ പിണറായി വിരുദ്ധതയുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹത്തിന് ഒരു വിലയുണ്ട്, അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹത്തിന് ഒരു വോട്ടുണ്ട്. ആ ഒരു വോട്ടിൽ നിന്ന് കുറക്കുക എന്നുള്ളത് കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ നാട്ടുകാർക്ക് അദ്ദേഹത്തിന് മാറ്റിക്കുത്താൻ ഒരു ഭയം. കണ്ണൂരാണ്, സ്വാഭാവികമായും CPM-ൽ നിന്ന് മാറി മറ്റൊന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറി മറ്റൊന്ന് ചിന്തിക്കുക എന്നുള്ളത് അവർക്കൊരു സംശയം തന്നെയായിരിക്കും. ഇവിടെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ധർമ്മടത്ത് ആരും മത്സരിച്ചാലും ഇല്ലെങ്കിലും പിണറായി വിജയൻ ഇപ്പോൾ എന്താ പറയാ, എന്താണ് അറിയില്ല, വിജയിക്കുമോ തോൽക്കുമോ. ഇത്രയും നാൾ വിജയിക്കുമെന്ന് ഉറപ്പുള്ളിടത്തു നിന്നും ഇപ്പോൾ വിജയമോ തോൽവിയോ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ വിജയം തന്നെയാണ്. ഇതേ വിജയം തന്നെയായിരിക്കാം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കേരളത്തിൽ കോൺഗ്രസിന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത്. ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്തകൾക്കൊക്കെ പിന്നിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് പുതിയ തന്ത്രങ്ങൾ കോൺഗ്രസിന് മെനയാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്ന സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ടുകൾ പ്രകാരമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അവിടെയും കനകോലുവിന് കുറച്ച് നാളുകൾക്ക് മുൻപ് വന്ന വാർത്തകളിൽ കനകോലുവിനും ചെറിയ പിഴവുകൾ സംഭവിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇതെല്ലാം എങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞതിന് ശേഷം, എന്തായാലും 50 ഇടങ്ങളിൽ വളരെ അടുത്ത് തന്നെ ഉറപ്പുള്ള 50 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് കോൺഗ്രസിൽ നിന്നും. അതുപോലെ തന്നെ BJP-യുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ 2 ആഴ്ചക്കുള്ളിൽ 86 ഇടങ്ങളിൽ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ LDF-ന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നുള്ളതാണ്. അവർ എത്ര സ്ഥാനാർത്ഥികളെ എപ്പോഴൊക്കെ നിർത്തും, എവിടെയൊക്കെ ആരെയൊക്കെ നിർത്തും എന്നുള്ള തീരുമാനത്തിൽ അവർ എത്തിയിട്ടില്ല. ഈ പറയുന്ന കുറച്ചുകൂടി വ്യക്തത BJP-ക്ക് തോന്നുന്നു സ്ഥാനാർത്ഥി നിർണ്ണയത്തിന്റെ കാര്യത്തിൽ.